ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും ക്രിസ്തുയേശുവിൽ ഒരിക്കൽ കൂടെ സ്നേഹ വന്ദനം. ചില ദിവസങ്ങളായിട്ട് അഥവാ നേതാക്കന്മാർ അവര് അനുഭവിക്കുന്നതായ ബുദ്ധിമുട്ടുകള്, അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട പ്രവൃത്തികൾ എങ്ങനെ ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചിന്തിപ്പാനായിട്ട് ഇടയായിട്ടുണ്ട്. എന്നാൽ കർത്താവിൽ ആശ്രയിച്ച് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ഒത്തിരി പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അവിടെയെല്ലാം ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് നാം മുൻപോട്ട് പോവുകയാണ് ആവശ്യം. പ്രത്യേകിച്ച് ഒരു ലീഡർ വളരെയധികം ബുദ്ധിമുട്ട് താൻ പലപ്പോഴും നേരിടാറുണ്ട്. നമ്മൾ ആരോട് ചോദിച്ചാലും എല്ലാവർക്കും ഉള്ളതായ ചില പരാതികളാണ്. സമയം പോരാ, സമയം തികഞ്ഞില്ല. ഒരു പരീക്ഷാ ഹോളിൽ നിന്ന് ഇറങ്ങി വരുന്ന കുഞ്ഞുങ്ങൾ പറയാറുണ്ട്, അയ്യോ ഞങ്ങൾക്ക് സമയം തികഞ്ഞില്ല, ഒരു അരമണിക്കൂർ കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ പറയാറുണ്ട്. ഇത് ഏതൊരു ജോലിയിലും ആയിരിക്കുന്നവര് പലപ്പോഴും പറയുന്നതായ ഒരു കാര്യമാണ്. എന്നാൽ നമുക്ക് എല്ലാം സമയം സന്ദർഭവും എല്ലാം തികഞ്ഞിട്ട് ഒരു കാര്യവും പൂർണ്ണമായിട്ട് പൂർത്തീകരിക്കാനായിട്ട് സാധ്യമല്ല എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രശ്നം. പ്രത്യേകിച്ച് ലീഡർഷിപ്പ് വഹിക്കുന്ന പലർക്കും ഉള്ളതായ അനേക ബുദ്ധിമുട്ടുകളുണ്ട്. ദൈവദാസന്മാർ അനുഭവിക്കുന്ന അനേക ബുദ്ധിമുട്ടുകളുണ്ട്. പഴയ നിയമത്തിൽ നമ്മൾ നോക്കുമ്പോൾ മോശ താൻ ലക്ഷോപലക്ഷം ജനങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവരികയാണ്. എന്നാൽ അവർ മോശയ്ക്കെതിരെ വളരെയധികം പിറുപിറുക്കുന്നുണ്ട്. നീ ഞങ്ങളെ മരുഭൂമിയിൽ കൊല്ലുവാനാണോ കൊണ്ടുപോകുന്നത്? ഞങ്ങൾക്ക് ഭക്ഷിപ്പാനില്ല, കുടിപ്പാനില്ല ഇത്യാദി അനേക കാര്യങ്ങൾ പറഞ്ഞ് മോശയുടെ ആ നേതൃത്വത്തെ പോലും അവർ ചോദ്യം ചെയ്തുകൊണ്ട്, നീ ഒരു വലിയ ആളാകാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ അവർ പറഞ്ഞ് വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല തന്റെ ഭാര്യയുടെ കാര്യം പോലും പറഞ്ഞ് ആ പല നിലകളിൽ വേദനിപ്പിക്കുന്നതെല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അക്കൂട്ടത്തിലാണ് ദൈവം മോശയ്ക്ക് ഒരു ഭാരിച്ചതായ ഉത്തരവാദിത്വം കൊടുക്കുകയാണ്. നീയും അഹരോനും കൂടി ചേർന്ന് 20 വയസ്സിന് മേളോട്ടുള്ളവരുടെ എണ്ണം എടുക്കണം എന്ന് പറയുന്നത് സംഖ്യാപുസ്തകം അതിന്റെ 1:3 ഇപ്രകാരം പറയുന്നു, നീയും അഹരോനും ഇസ്രായേലിൽ 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പുറപ്പെടുവാൻ പ്രാപ്തിയുള്ള എല്ലാവരെയും ഗണഗണമായി എണ്ണയണം. ഓർക്കണം, ഒരു ചെറിയ കാര്യമല്ല. ലക്ഷക്കണക്കിന് ആളുകളെ എണ്ണുവാൻ മോശയ്ക്ക് ദൈവം ഒരു പ്രത്യേക നിർദ്ദേശം നൽകുന്നതാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പലരും, അതിലേറിയ പങ്കാളുകളും മോശയെ ചോദ്യം ചെയ്യുന്നവരാണ്, അനുസരിക്കുന്നില്ല. ഇങ്ങനെയുള്ളതായ ഈ സന്ദർഭത്തിലാണ് ഇതും കൂടി തനിക്ക് ഉത്തരവാദിത്വം ഉണ്ടാകുന്നത്. അതേ പ്രിയമുള്ളവരെ, പലപ്പോഴും ഇങ്ങനെയുള്ളതാകുന്ന അനേക പ്രശ്നങ്ങൾ കർത്തൃവേലയിലും മറ്റും അനുഭവിക്കുന്ന ഒത്തിരി ദൈവദാസന്മാരുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ തന്നെ പലയിടങ്ങളിൽ വളരെ കൈത്താങ്ങലായി നിൽക്കുന്ന അനേകരെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുമെന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ചില സഭകളിൽ ചില ഉന്നത ഉദ്യോഗം വഹിക്കുന്നവരായിരിക്കാം അവിടെ തൂക്കുന്നത്, പായിടുന്നത്, കക്കൂസ് കഴുകുന്നത്, മറ്റ് പാത്രങ്ങൾ കഴുകുന്നത്, ഒത്തിരി കാര്യങ്ങൾ അവര് ചെയ്യുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അതൊരു വളരെ ന്യൂനപക്ഷം മാത്രമായിരിക്കും. എന്നാൽ ഏറിയ പങ്ക് ആളുകളും ചിലപ്പോൾ സഭാഹോളിൽ വന്ന് ആരാധനകളെല്ലാം തുടങ്ങി കഴിഞ്ഞു വളരെ താമസിച്ചു വരുന്നു, വളരെ നേരത്തെ പോകുന്നു. ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ക്രമീകരണം ഉണ്ടെങ്കിൽ അതിലൊന്നിലും പങ്കെടുക്കാതെ, ചിലപ്പോൾ ചില പ്രത്യേക മീറ്റിങ്ങുകളൊക്കെ വരുമ്പോൾ ഒരു കഴിച്ച പാത്രം പോലും കഴുകി വെക്കാതെയും മറ്റുമൊക്കെ പോകുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. അവിടെയെല്ലാം ദൈവദാസന്മാർ ഒത്തിരി ഞെരുങ്ങുകയും ഭാരപ്പെടുകയും ഒക്കെ ചെയ്യുന്ന അനേകരും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും തിരിച്ച് ആ നേതാക്കന്മാരെ കുറ്റം പറയുന്നവരായിരിക്കാം ഏറിയ പങ്ക് ആളുകളും. നല്ലൊരു ഉപദേശം കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ശത്രുക്കളായി മാറും. ഇതൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നതാകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത്രയും ഭാരിച്ചതായ ഒരു ഉത്തരവാദിത്വം ദൈവം മോശയെ ഏൽപ്പിച്ചപ്പോൾ മോശ
അവിടെ തിരിച്ചൊന്നും പറഞ്ഞില്ല. ഇപ്പോൾ തന്നെ ഈ ജനം അവിശ്വസിക്കുന്നു, പിറുപിറുക്കുന്നു, ആ മോശയ്ക്കെതിരെ അവര് വാളോങ്ങുന്നു. ഇതൊക്കെ പറഞ്ഞ് മോശയ്ക്ക് വേണമെങ്കിൽ ഒഴിവ് കഴിവ് പറഞ്ഞ് മാറാമായിരുന്നു. പക്ഷെ ഈ ഭാരിച്ച ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചപ്പോൾ അതിന്റെ കീഴ്പോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ അതിന്റെ 19 വരെയുള്ള വാക്യങ്ങളിൽ വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇപ്രകാരമാണ്: യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവൻ സീനായി മരുഭൂമിയിൽ വെച്ച് അവരുടെ എണ്ണം എടുത്തു. എപ്പോൾ കൽപ്പിച്ചുവോ അല്പം പോലും താമസിക്കാതെ മോശ അത് ആരംഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മുടെ മുമ്പിൽ തടസ്സങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, വൈരികളുണ്ട്. ചിലപ്പോൾ നമുക്ക് അനുകൂലമായി നിൽക്കേണ്ടുന്നവർ തന്നെയാണ് പ്രതികൂലമായി നിൽക്കുന്നത് എന്നുള്ളതായ കാര്യം നാം വിസ്മരിക്കരുത്. എന്നാൽ ആരാണ് നമ്മോട് കൽപ്പന തന്നത്, ആർക്ക് വേണ്ടിയാണ് നാം പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം മുൻപോട്ട് പോകുന്നെങ്കിൽ ലക്ഷോപലക്ഷം ജനത്തെ നടത്തുവാൻ മോശയെ ദൈവം ഉപയോഗിച്ചു എങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ ദൈവത്തിന്റെ മക്കളെ, നേതാക്കന്മാരെ, അല്ലെങ്കിൽ ഹല്ലേലൂയ ആ അപ്രകാരമുള്ള ആ ദൈവജനത്തെ ആ ദൈവം വഴി നടത്തുവാനായിട്ട് ദൈവം ശക്തനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നടത്തുന്നവൻ എന്നും നടത്തുന്നവൻ, ചെങ്കടലിൻ മധ്യേയും നടത്തുന്നവൻ. നടത്തുന്നവൻ എന്നും നടത്തുന്നവൻ, ചെങ്കടലിൻ മധ്യേയും നടത്തുന്നവൻ. പുലർത്തുന്നവൻ എന്നും പുലർത്തുന്നവൻ, ഈ ലോകയാത്രയിലും പുലർത്തുന്നവൻ. പുലർത്തുന്നവൻ എന്നും പുലർത്തുന്നവൻ, ഈ ലോകയാത്രയിലും പുലർത്തുന്നവൻ. കെരീത്ത് വറ്റിടുമ്പോൾ കാക്ക വരാതാകുമ്പോൾ സാരേവത്തൊരുക്കുന്നവൻ. കെരീത്ത് വറ്റിടുമ്പോൾ കാക്ക വരാതാകുമ്പോൾ സാരേവത്തൊരുക്കുന്നവൻ. അത്ഭുതമായി ക്ഷാമം തീരുവോളം അനുദിനമെനിക്കായി കരുതുന്നവൻ. അത്ഭുതമായി ക്ഷാമം തീരുവോളം അനുദിനമെനിക്കായി കരുതുന്നവൻ. നടത്തുന്നവൻ എന്നും നടത്തുന്നവൻ, ചെങ്കടലിൻ മധ്യേയും നടത്തുന്നവൻ. പുലർത്തുന്നവൻ എന്നും പുലർത്തുന്നവൻ, ഈ ലോകയാത്രയിലും പുലർത്തുന്നവൻ. ചൂരച്ചെടിത്തണലിൽ തളർന്നുറങ്ങിടുമ്പോൾ ദൂതനെ അയക്കുമവൻ. ചൂരച്ചെടിത്തണലിൽ തളർന്നു